ഇന്ന് നമുക്ക് വീഡിയോ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തുടങ്ങാം കേട്ടോ. മാഷ അവിടെ കപ്പയുടെ ഇത് കുഴിച്ചിടുകയാണ്. കമ്പ് കപ്പ നിൽക്കണത് മുഴുവൻ കപ്പയായിട്ട് അറ്റത്ത് നിൽക്കണുണ്ടല്ലേ. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കപ്പ. പിന്നെ നമ്മൾ അന്ന് ചുണ്ടങ്ങ കൊണ്ട് കറി ഉണ്ടാക്കിയില്ലേ, അത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഓമക്കായ നിൽക്കുന്നുണ്ട്. നേന്ത്രക്കായ അന്നൊരു ദിവസം ഒരു കൊലയിലെ പകുതി പക്ഷികൾ തിന്നു. കയ്പ്പയ്ക്ക, ഇതൊക്കെയാണ് ഇപ്പോൾ പച്ചക്കറിയുടെ സ്റ്റാറ്റസ് കേട്ടോ. കയ്പ്പയ്ക്ക 2-3 നന്നുപ്പേരി കയ്പ്പയ്ക്കയാണ്. കണ്ടോ കയ്പ്പയ്ക്ക നിൽക്കുന്ന കണ്ടോ. ഇടയിൽ ഒരു വളം ഇട്ടിട്ടില്ല കേട്ടോ. യാതൊരുവിധ പെസ്റ്റിസൈഡും ഇല്ല, വളവും ഇല്ല, ഒന്നും അടിക്കണില്ല. സത്യസന്ധമായിട്ട് പറയുകയാണേ. യൂറിയ ഇല്ല. അവിടെ കപ്പ നടന്ന പരിപാടിയാണ്. ഇതൊക്കെ പുതിയത് നട്ടുണ്ട്. ഞാനിപ്പോൾ പൊട്ടിക്കാൻ പോണത് പയറിൻ്റെ ഇലയാണ് കേട്ടോ. പയർ നിറയെ നിൽക്കുന്നുണ്ട്. പയറിൻ്റെ ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പയറാവണേ ഉള്ളൂ പൊട്ടിക്കാൻ. പയറിൻ്റെ ഇല കഞ്ഞിയുടെ വെള്ളത്തിൽ കളിച്ചാൽ നല്ല ടേസ്റ്റാണ്. പയറിനേക്കാൾ സ്വാദമെന്ന് പറയാം കേട്ടോ പയറിൻ്റെ ഇല. നല്ല സ്വാദാണ്, നല്ല വിറ്റാമിനുമാണ്. മൂത്ത ഇല ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല ചളുമ്പല നോക്കിക്കൊടുക്കണം. മുളക് ഇവിടെ ശരിയാവണില്ല അല്ലേ. പയർ കണ്ടോ, കുറേശ്ശെ ഉണ്ടായി തുടങ്ങി. അത്രയായിട്ടുള്ളൂ. ചാഴി വരുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ വെണ്ണീർ എന്തെങ്കിലും ഇട്ടാൽ ചാഴി പോവും. ഞാൻ വേറൊരു സാധനം കാണിച്ചാൽ കൂർക്ക. അത് പക്ഷേ കൂർക്ക പറിച്ചു ഒരു പ്രാവശ്യം, പക്ഷേ അത് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു കൂർക്ക നല്ല ഇത് വലിഞ്ഞാലെയാണ് പറിക്കാൻ പാടുള്ളൂ പറയും. മണ്ണ് വലിയണം. അപ്പോൾ ഇങ്ങനെ മഴ കിട്ടുകയാണേ. ഇപ്പം ഇങ്ങനെ വേവിക്കുമ്പോൾ കളുകളേനെ കിടക്കുക. കണ്ടോ, ഇതൊക്കെ കൂർക്കയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ അടിയിൽ കൂർക്ക കിടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പറിച്ചത്. നമ്മുടെ അടുത്തുള്ളവരൊക്കെ വേഗം പറിക്കുക. എന്താ വെച്ചാൽ പന്നി കയറിയിട്ടേ എന്താ ചെയ്യുക. ഇങ്ങനത്തെ പടക്കായ ധാരാളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടോ, മുമ്പ് ഉണ്ടായിരുന്നില്ലേ അവിടെ തൊടിയിൽ. ഞാലിപ്പൂവനും മൈസൂരിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. കുഞ്ഞ് കൊലയാണെന്ന് മാത്രം. കുഞ്ഞ് കൊല മീൻസ് കുഞ്ഞ് പഴമാണ്, എന്നാലും നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ മൈസൂരി ആണെങ്കിൽ ശരിക്കും നല്ല, നമ്മൾ വാങ്ങണ മൈസൂരിക്കൊക്കെ ഒരു പുളിയാണ്. പക്ഷേ ഇതിന് നല്ല മധുരം തന്നെയാണ്. ചിലത് ഒടിഞ്ഞു വീണാൽ അപ്പോൾ ഒന്നെങ്കിൽ പൊട്ടക്കായ വറക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഉപ്പേരി ഉണ്ടാക്കും. അങ്ങനെ ഇവിടെ ഒരു മഞ്ഞ കായ്പയ്ക്ക് നിൽക്കുന്നത് പൊട്ടിക്കാനായിട്ടാണ്. പൊട്ടിക്കണോ അത് കണ്ട ഒരു മാത്തക്കായാണ്. കഴിഞ്ഞ കായ്പയ്ക്കല്ല കേട്ടോ. വെള്ള കായ്പയ്ക്കാണ്. ഇത് പച്ചേ. കൂർക്ക വിളിച്ചു പറയണ്ടല്ലോ എന്ന്. ചക്കരക്കിഴങ്ങും ഉണ്ടായിരുന്നേ. അത് പക്ഷെ ആയിണ്ടാവില്ല. അതുണ്ട്. മൂത്തണ്ണു
ഇത് ചക്കരക്കിഴങ്ങാണ്, മധുരക്കിഴങ്ങ് നിറയെ നട്ടുണ്ട്. ഇത് ക്യാബേജാണ്, നേരെ ആവുമോയെന്ന് അറിയില്ല. ക്യാരറ്റും കൂടെ നട്ടായിരുന്നു, ഒക്കെ പോയി. ഓരോന്ന് നിൽക്കുന്നുണ്ട്. വെണ്ടയ്ക്കപ്പൂരം കഴിഞ്ഞു, കുറേ ഉണ്ടായി വെണ്ടയ്ക്ക. ഇനി അടുത്ത സീസണായിട്ട് വേണം. സീസണല്ല, അടുത്ത നട്ടുണ്ട്, അത് വലുതായിട്ട് വേണം. അതുപോലെ ഇതാ നാടൻ പയറാണ്, എന്താ കനകമണിയോ പൊന്മണിയോ ഇത് പറയും. തത്തകൾ വന്നിട്ട് എത്രയെങ്ങാനും തത്തകൾ അവിടെ ഉണ്ടായിരുന്നു അറിയോ, ഇത് തിന്നാനായിട്ടാണ്. എന്താ ചിലപ്പോൾ അതി പൊടിക്കുന്നു. പച്ചക്കറി തോട്ടം കംപ്ലീറ്റ് മാഷിയുടെ ഉത്തരവാദിത്തം കേട്ടോ. ഞാൻ ഈ ഏരിയയിലേക്കേ വരാറില്ല. അപ്പോൾ ഈ നട്ടിരിക്കുന്നത് നേന്ത്രവാഴയാണ്. നേന്ത്രവാഴ, കപ്പ, ഓരോ സെറ്റ് കഴിയുന്തോറും അടുത്തത് റെഡിയായി ഉണ്ടാവും, കുലയ്ക്കാനായി ഉണ്ടാവും. അതുകൊണ്ട് എന്താ വെച്ചാൽ നേന്ത്രപ്പഴം കപ്പയൊന്നും ഇപ്പോൾ വാങ്ങേണ്ടി വരാറില്ല. കപ്പ അതെങ്ങനെ മാറി മാറി നടും. ഈ വഴുതന അതേമാതിരി 3 കൊല്ലമായി കേട്ടോ. ഞങ്ങൾ കുമ്പളന്മാരിയാണ്, കുമ്പളത്തിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതേപോലെയാണ് ഈ വഴുതനയുടെ കാര്യം. ഒരു കുഞ്ഞൊരു ഇതേ നിൽക്കണുള്ളൂ, പക്ഷേ 3 കൊല്ലമായി. ഇങ്ങനെ ഓരോ വഴുതനങ്ങ 2 വഴുതനങ്ങയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമുക്കൊരു ഉപ്പേരിക്കോ ഒന്ന് സാമ്പാറിലിടാനൊക്കെ കിട്ടും. ഒരു 4 മുളകും കൂടി കിട്ടിയോ. തൈകൾ മുളപ്പിക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ചട്ടിയിൽ വയ്ക്കും, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ. ഇത് ബാലേട്ടൻ്റെ കണ്ടുപിടുത്താ. ഇങ്ങനെ പേപ്പർ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് കണ്ട് കീറിയിട്ട് അതോടൊക്കെ 2 മണ്ണിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടില്ല. ഇപ്പോൾ വഴുതന തയ്യോളാണ് കേട്ടോ. ഒരു നേന്ത്രക്കൊലയിലെ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോ പഴം കിളികൾ തിന്നുണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ കുത്തുണ്ട്, അത് ഇപ്പോൾ എടുക്കാൻ പേടിയുമാണ്. അപ്പോൾ ഇനി പയറിൻ്റെ ഇല താളിക്കട്ടെ കേട്ടോ. കുളിച്ചിട്ടേ ഉള്ളൂ പണി.